കേരളത്തിലും തമിഴ്നാട്ടിലും തിരിച്ചറിയൽ രേഖകൾ, ആധാർ കാർഡ്, റേഷൻ കാർഡ് തുടങ്ങിയവ കൈവശമുള്ളവരാണ് രണ്ട് സംസ്ഥാനത്തും വോട്ട് ചെയ്യുന്നത്. പീരുമേട്, ദേവികുളം, ഉടുമ്പൻചോല എന്നീ താലൂക്കുകളിലാണ് ഇത്തരത്തിലെ ഇരട്ട വോട്ടർമാർ കൂടുതലായുള്ളത്. തമിഴ്നാട്ടിലെ കമ്പം, തേനി തുടങ്ങിയ അസംബ്ലി മണ്ഡലങ്ങളോടും തേനി ലോക്സഭാ മണ്ഡലത്തോടും അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളാണ് ഇവ. രേഖകൾ രണ്ട് സംസ്ഥാനങ്ങളിലായതിനാൽ രണ്ട് വോട്ട് ഉണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിനും സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട്. ഈ വോട്ടുകളെല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമായാണ് ചെയ്യാറുള്ളതെന്നും അത് തടയാൻ നടപടി വേണമെന്നുമാണ് UDFന്റെ ആവശ്യം. ഈ വരുന്ന മാസം 19 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിലെ 3 മണ്ഡലങ്ങളിൽ തമിഴ് വംശക്കാരായ വോട്ടർമാർ ഏതാണ്ട് 50,000-ഓളം തമിഴ് വംശജരായ വോട്ടർമാരുണ്ട്. ഈ 19 തീയതി തമിഴ്നാട്ടിൽ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് അവർ തിരിച്ച് വന്ന് കേരളത്തിലും വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി മാത്രമായിട്ടാണ് ആ വോട്ട് മാറിപ്പോകുന്നത്, ഇടതുപക്ഷത്തിന് വേണ്ടി മാത്രം. ഒരു സ്ഥാനാർത്ഥിയുടെ ജയപരാജയങ്ങൾക്കുള്ള അത്രമാത്രം ഇരട്ട വോട്ടുകൾ നമുക്കിവിടെ ഉള്ളതുകൊണ്ട് അടിയന്തരമായി തടയുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാവണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടുവാനുള്ളത്. ഒരു സ്ഥാനാർത്ഥിയുടെ ജയവും തോൽവിയും തീരുമാനിക്കാൻ സാധിക്കുന്ന അത്ര ഇരട്ട വോട്ടുകളാണ് ജില്ലയിലുള്ളത്. അതിന്റെ ആനുകൂല്യം പറ്റുന്നത് ഇടതുപക്ഷമാണെന്നും NDA ആരോപിക്കുന്നു. തമിഴ്നാട്ടിലെ കഴിഞ്ഞതിന് ശേഷമാണ് കേരളത്തിലെ വോട്ടെടുപ്പ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കെമിക്കലൊക്കെ വെച്ചിട്ട് ഇത് സമ്മതിദാനാവകാശം വിനിയോഗിച്ചതിൻ്റെ കയ്യിലെ രേഖകൾ മായ്ക്കാനും മറ്റുമൊക്കെ വലിയ സംവിധാനങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി പലപ്പോഴും ഉപയോഗപ്പെടുത്താറുണ്ട്. പക്ഷേ ഇത്തവണ ഞങ്ങളത് കൃത്യമായി നിരീക്ഷിക്കും. ഇവിടെ പതിറ്റാണ്ടുകളായി താമസിച്ച് ഇവിടെ പൂർണ്ണമായ ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന തോട്ടം മേഖലയിലെ ആർക്കും അതിൻ്റെ പേരിൽ ഒരു പ്രയാസം ഉണ്ടാവില്ല. അവർ കൃത്യമായി സമ്മതിദാനാവകാശം വിനിയോഗിക്കട്ടെ, അത് തന്നെയാണ് ഞങ്ങളുടെ നയം. പക്ഷേ അതല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വോട്ട് രേഖപ്പെടുത്തി തമിഴ്നാട്ടിൽ ജീവിക്കുകയും ഇവിടെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ശക്തമായി നേരിടും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ പരാജയഭീതി കാരണമാണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ NDAയും UDFും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് LDFന്റെ മറുപടി. പരാജയം സമ്മതിച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ഇരട്ട വോട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ ഇപ്പോഴും ഇരട്ട വോട്ട് എന്ന് പറയുന്നത് ഇവർക്ക് ഈ തെരഞ്ഞെടുപ്പിലെ പരാജയം ഉറപ്പാണ് എന്ന് അവർ അംഗീകരിക്കുന്നത് കൊണ്ട് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു മുൻകരുതൽ നടപടി മാത്രമേ കാണാൻ കഴിയൂ. വർഷങ്ങളായി ഇരട്ട വോട്ട് പ്രശ്നം രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ട്. 2016 ഹൈക്കോടതി വിഷയത്തിൽ ഇടപെട്ടിട്ടും കാര്യമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം.